ഹലോ, നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കിന്നൊരു കഥ കേട്ടാലോ? കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ നമുക്കിന്ന് ചെങ്കോട്ടയുടെ കഥ കേൾക്കാം, നമ്മുടെ റെഡ് ഫോർട്ടിൻ്റെ. ഈ കഥ അറിയാവുന്നവർ കാണുമായിരിക്കും, എന്നാൽ അറിയാൻ പാടില്ലാത്തവരും കാണുമായിരിക്കും. എനിക്ക് അവിടെ പോകാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ളിൽ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി കവർ ചെയ്ത് അപ്പോൾ അവിടുത്തെ കഥയും കുറച്ച് ഫോട്ടോസും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. എങ്ങനെയാ, നമുക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ അഭിമാനമായ ചെങ്കോട്ടയുടെ കഥ കേട്ടാലോ? 17-ാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരമായ പഴയ ഡൽഹിയിൽ മുഗൾ ഭരണാധികാരിയായ ഷാജഹാൻ പണി കഴിപ്പിച്ച കോട്ടയാണ് റെഡ് ഫോർട്ട്, അല്ലെങ്കിൽ ചെങ്കോട്ട അഥവാ ലാൽ കില. മുഗൾ സമ്പ്രദായത്തിൻ്റെ തലസ്ഥാനം വന്നവരെ ആഗ്രയായിരുന്നു. അപ്പോൾ നമ്മുടെ ഷാജഹാൻ ഒരാഗ്രഹം, സ്വന്തം പേരിൽ ഒരു തലസ്ഥാന നഗരം പണിയണമെന്ന്. ആ പേരാണ് ഷാജഹാനാബാദ്. ഇത് ഇന്നത്തെ പുരാന ദില്ലിയുടെ ഭാഗമാണ്. നമ്മുടെ ഈ ചെങ്കോട്ട ഇരിക്കുന്നത് ഒരു 2 കിലോമീറ്ററിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പുരാന ദില്ലി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഷാജഹാനാബാദ് നഗരത്തിൻ്റെ കേന്ദ്രഭാഗമാണ് റെഡ് ഫോർട്ട്. 1639 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. ആരായിരിക്കും ഇതിൻ്റെ ആർക്കിടെക്റ്റ്? നമുക്കറിയാം, ഷാജഹാൻ എന്ത് പണി കഴിപ്പിച്ചാലും അതിൻ്റെ ഒരു ഭംഗി, ഒരു ബ്യൂട്ടിയൊക്കെ ഒരു വേറൊരു സൈഡിൽ ഭയങ്കര വ്യത്യസ്തമായിരിക്കണം എന്നൊക്കെ നിർബന്ധമുള്ള ഒരാളാണ്. അപ്പോൾ താജ്മഹലിൻ്റെ വാസ്തുശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹോരി, അദ്ദേഹം തന്നെയാണ് റെഡ് ഫോർട്ടിന് തുടക്കമിട്ടത്. ഈ റെഡ് ഫോർട്ടിന് 2 മെയിൻ എൻട്രൻസ് ആണുള്ളത്. ഒന്ന് ലാഹോറി ഗേറ്റ്, മറ്റൊന്ന് ഡൽഹി ഗേറ്റ്. അപ്പോൾ നമുക്ക് ലാഹോറി ഗേറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന ലാഹോറി ഗേറ്റാണ് ചെങ്കോട്ടയുടെ ഏറ്റവും മെയിൻ എൻട്രൻസ്. ഇത് നമുക്ക് കാണാം, ചുവന്ന മണൽക്കൽ പാളികൾ കൊണ്ടാണ് ഇത് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നത്. ആകെ ഏറ്റവും മുകളിലുള്ള വൈറ്റ് കളർ കാണാമല്ലോ, അത് മാത്രമേ വേറൊരു കളറുള്ളൂ. ബാക്കി ഇവിടെ മുഴുവൻ ഈ ലാഹോർ ഗേറ്റിൻ്റെ ഇവിടെ എല്ലാം ചുവന്ന മണൽക്കൽ പാളികൾ കൊണ്ടാണ് ഡെക്കറേഷൻ. ഈ ഗേറ്റിൻ്റെ 2 സൈഡിലും ഭാഗികമായ അഷ്ടഭുജാകൃതിയിലുള്ള ഗോപുരങ്ങളുണ്ട്. അതിൻ്റെ 2ൻ്റെ ഇടയിലാണ് ഈ വെണ്ണക്കൽ താഴികക്കുടങ്ങളോടെയുള്ള 7 ഛത്രികൾ, അല്ലെങ്കിൽ 7 ഒക്ടഗണൽ പാവിലിയോൺസ് എന്ന് പറയും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ത്രിവർണ്ണ പതാകയുമുണ്ട്. അപ്പോൾ ഇതിന് മുന്നിലുള്ള സ്ഥലത്ത് നിന്നാണ് ഇൻഡിപെൻഡൻസ് ഡേയിൽ പ്രൈം മിനിസ്റ്റർ സ്പീച്ച് നടത്തുന്നത്. വളരെ നല്ല ഭംഗിയുള്ളൊരു എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. സോ ബാക്കി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? ഈ ലാഹോർ ഗേറ്റ് കടന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഈ ഇടനാഴിയാണ് ഛത്ത ചൗക്ക്, മേൽക്കൂരയുള്ള ചന്ത എന്നാണ് ഇതിനർത്ഥം. ഈ 17-ാം നൂറ്റാണ്ടിൽ മേൽക്കൂരയുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിരുന്നു. ഇവിടെ ഭയങ്കര തിരക്കൊക്കെ കാണാം. ഈ ഇടനാഴിയുടെ ഇതിൻ്റെ 2 സൈഡിലുമായി 32 വീതം കടകളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത്, അതായത് ഈ 17-ാം നൂറ്റാണ്ടിൽ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ രാജകുടുംബങ്ങൾക്കുള്ള ആഡംബര വസ്തുക്കളായിരുന്നു അവിടെ കച്ചവടം നടത്തി. സിൽക്ക്, ജ്വല്ലറീസ്, അങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള കച്ചവടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. അല്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ തടിയിലൊക്കെ കൊത്തുകൊണ്ട് ചെയ്ത കുറേ സാധനങ്ങൾ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെന്താ, തുണിയിൽ ഒക്കെ ചെയ്ത എംബ്രോയ്ഡറി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഷോപ്സായിരുന്നു. എല്ലാം നല്ല ഭംഗിയുണ്ട്. നമ്മൾ കുറച്ചധികം നടക്കണം, എന്നിട്ടാണ് നമ്മൾ ഇത് താണ്ടി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഛത്ത ചൗക്കിൻ്റെ അടുത്ത് ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡൻ കഴിഞ്ഞുള്ള സ്ഥലമാണ് നൗബത്ത് ഖാന. വെയിറ്റിംഗ് ഹാൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൂടാതെ ഡ്രം ഹൗസ് എന്നർത്ഥം വരുന്ന നക്കർ ഖാന എന്നൊരു പേരും കൂടി ഇതിനുണ്ട്. ചരിത്രം അനുസരിച്ച് ഇവിടെ എപ്പോഴും മ്യൂസിക് പെർഫോമൻസുകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന് പറയുന്നത്. നമുക്കറിയാം, മുഗൾ ഭരണകാലത്ത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു രാജ്യഭരണമായിരുന്നു. അപ്പോൾ 5 നേരമൊക്കെ ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാജാക്കന്മാരെ വെൽക്കം ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇതൊരു 3 നില കെട്ടിടമാണ്.
നേരത്തെ അത് ചുവന്ന മണൽക്കല്ല് കൊണ്ടുണ്ടാക്കിയതായിരുന്നു, ഇപ്പോഴത് വെള്ളപൂശിയായിരിക്കുകയാണ്. മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഇപ്പോൾ ഇന്ത്യൻ യുദ്ധ സ്മാരക മ്യൂസിയമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. 1ഉം 2ഉം വേൾഡ് വാറിൽ ഇന്ത്യയുടെ മിലിറ്ററി ഹിസ്റ്ററി കാണിക്കുന്ന കുറച്ച് ഗാലറീസും ഇവിടെയുണ്ട്. അത് കാണാൻ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതും കൂടെയൊക്കെ നമുക്ക് കാണാം. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. ഓക്കെ, ഈ കാണുന്ന സ്ഥലമാണ് ദിവാൻ ഇ ആം. ഇത് പണ്ട് കാലത്ത് രാജാവിനെ കാണാൻ വരുന്ന സാധാരണക്കാരായ പ്രജകളോട് അവരുടെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാനും കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിന് നടുക്ക് വെണ്ണക്കൽ തട്ടിലാണ് ചക്രവർത്തിയുടെ ഇരിപ്പിടം. അതിന് തൊട്ട് താഴെ വെണ്ണക്കല്ല് കൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടവും കാണും. ഇവിടെ ഇരുന്നാണ് അവർ പ്രജകളോട് സംവദിക്കുന്നത്. ഇതിനകം തന്നെ വളരെ മനോഹരമാണ്. ഈ സ്ഥലം ഇത്ര ഭംഗിയുള്ളതാണെങ്കിൽ ആ സമയത്ത് മുഗൾ കൊട്ടാരങ്ങളിലെ ചക്രവർത്തി ഉന്നതരായ പ്രഭുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്ന ഒരു മന്ദിരമാണ് ഇത്, ദിവാൻ ഇ ഖാൻ. അപ്പോൾ ഇത് എത്ര മനോഹരമായിരിക്കും. ഈ കെട്ടിടം വെണ്ണക്കല്ല് കൊണ്ടാണ് മുഴുവൻ തീർത്തത്. ഇവിടെയാണ് വെണ്ണക്കൽ തട്ടിലായിരുന്നു വിശ്വവിഖ്യാതമായ മയൂര സിംഹാസനം ഇരുന്നിരുന്നത്. മറ്റൊന്ന്, ഈ കെട്ടിടത്തിൻ്റെ വടക്കും തെക്കും ഭാഗത്തെ കമാനങ്ങളിൽ അമീർ ഖുസ്രോയുടെ പ്രശസ്തമായ ഈ വരികൾ കൊത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ശരിക്കും നമുക്ക് സ്വർഗീയമായ ഒരു ഫീല് തോന്നുന്ന അത്രയ്ക്ക് ബ്യൂട്ടിയാണ് ഇവിടുത്തെ എല്ലാം. എന്തായാലും ഇവിടെ വരാത്തവർ ഉറപ്പായും ഇവിടെ ഒന്ന് കാണണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.